കാരണങ്ങളൊന്നും കൂടാതെ ഏതെങ്കിലും വിളിച്ചു പറയുക, മുസ്ലിമീങ്ങൾക്ക് നേരെ വർഗീയ പരാമർശങ്ങൾ നടത്തുക. ഇത് സ്ഥിരമായി സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രവണതകളാണ്. ഒരു കാരണവും പ്രത്യേകിച്ച് ഉണ്ടാകാറില്ല. മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. പിന്നീട് അവസാനം കേസും മറ്റുമൊക്കെ വരുമ്പോൾ അവസാനം മാപ്പ് പറയുന്ന അല്ലെങ്കിൽ മാപ്പ് പറച്ചിലുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച, ആ ഒരു പ്രവണത അത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട PC ജോർജ് എന്ന് പറയുന്ന നരാധമന്റെ ഒരു പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടതാണ്. പച്ചയ്ക്കാണ് PC ജോർജ് വർഗീയത പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളാണെന്നും അവരെ എല്ലാവരെയും പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്ന വളരെയധികം വർഗീയപരമായ ഒരു പരാമർശമായിരുന്നു അന്ന് PC ജോർജ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം സഹോദരങ്ങളും അതിശക്തമായ മറുപടി അന്ന് PC ജോർജ് എന്ന് പറയുന്ന നരാധമന് കൊടുത്തിരുന്നു. നോക്കിയപ്പോൾ ഗോപൻ സ്വാമിയുടെ മകനും മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഗോപൻ എന്ന് പറയുന്ന മനുഷ്യൻ സമാധിയായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകളും അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായതാണ്. തൻ്റെ അച്ഛൻ സമാധിയായതാണെന്ന് മക്കൾ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ പേരിൽ സമാധിയായി എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഒരു ഫ്ലക്സ് ബോർഡ് അവർ അടിച്ചു വെക്കുന്നു. പിന്നീട് ആ വിഷയങ്ങൾ വാർത്താമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ്. പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കല്ലറ തുറന്ന് പരിശോധിക്കണം, അതിലെന്തോ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ തന്നെ രംഗത്ത് വരികയാണ്. അവർ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോലീസിൽ പരാതി കൊടുത്തതിൽ ആദ്യം പരാതി കൊടുത്തത് ഒരു ഹിന്ദു സഹോദരനാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങളോ ആയിരുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത്. എന്നാൽ പിന്നീട് കല്ലറ തുറക്കാൻ വരുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ സമാധിയ എന്ന് പറയപ്പെടുന്ന ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ ഒരു മതവർഗീയത അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. മുസ്ലിമീങ്ങളാണ്, മുസ്ലിം തീവ്രവാദികളാണ് ഇത് പൊളിക്കാൻ വേണ്ടി രംഗത്തു വരുന്നത്, അവരാണ് ഇതിന്റെ മുൻപന്തിയിലുള്ളത് എന്നുള്ള രീതിയിൽ ഒരു വർഗീയ പരാമർശം നടത്തുകയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ആളുകൾ തന്നെ അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വിഷയം നടക്കുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാർ അവരെല്ലാ മതത്തിൽപ്പെട്ടവർ, എല്ലാ സംഘടനകളിൽപ്പെട്ടവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇത് ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകളുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട വിഷയമാണ്. ആ മനുഷ്യൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളും രംഗത്ത് വരികയാണ്. പക്ഷെ അവിടെ ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെയും നിരപരാധികളായ ഈ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയങ്ങളിൽ ഒരു മുസ്ലിം സംഘടനകളോ മുസ്ലിം നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തിയോ രംഗത്ത് വരാത്ത സമയത്താണ് സമാധിയ എന്ന് പറയപ്പെടുന്ന ഗോപന്റെ മകൻ ഇത്തരത്തിലുള്ളൊരു വർഗീയ പരാമർശം നടത്തിയത്. സ്വാഭാവികമെന്നോണം മുസ്ലിം തീവ്രവാദികളെന്ന് കേട്ടപ്പോൾ തന്നെ സംഘപരിവാറൊക്കെ അങ്ങ് ചാടിയിറങ്ങി. തൻ്റെ അച്ഛൻ്റെ കല്ലറ പൊളിക്കാതിരിക്കാൻ സംഘപരിവാറിന്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഗോപന്റെ മകൻ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതുമല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷം ഏതെങ്കിലും രീതിയിൽ പുറത്ത് ചാടിയതാകാം. അവസാന മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞ ആ ഒരു പരാമർശം പോലും ഓർക്കുന്നില്ല എന്നാണ് ഈ സമാധിയ എന്ന് പറയപ്പെടുന്ന ഗോപന്റെ മകനായ സനന്ദൻ പറഞ്ഞത്. ഈ സമാധി പൊളിക്കാൻ വന്ന സമയത്ത് വെപ്രാളത്തിലെന്തോ പറഞ്ഞു പോയതാണെന്നും തൻ്റെ കുടുംബം വലിയ രീതിയിൽ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും തൻ്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഞാൻ ചെയ്തു പോയ ആ ഒരു തെറ്റിനോട് എല്ലാ മുസ്ലിമീങ്ങളോടും മാപ്പ് ചോദിക്കുന്നുവെന്നും സനന്ദൻ പറയുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. കാര്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളും മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു. മാപ്പ് അതെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കല്ലറ പൊളിക്കാൻ വന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് നേരെ നടത്തിയ ഈയൊരു വർഗീയപരമായ പരാമർശത്തെക്കുറിച്ച് താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങൾ നിരന്തരമായി സനന്ദനോട് ചോദിച്ച കാര്യമാണ്. കാരണം അന്ന് ആ സമയങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് സനന്ദനായിരുന്നു. അങ്ങനെ നിരന്തരമായ ഒരു ചോദ്യം പത്രവാർത്താ മാധ്യമങ്ങൾ സനന്ദനോട് ചോദിച്ചിട്ടും ആ സമയത്തൊന്നും
ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായ വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണെന്നും ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നും ആ സമയങ്ങളിലൊന്നും സനന്ദൻ പറഞ്ഞിരുന്നില്ല. ഏതായാലും ഗോപന്റെ സമാധി ഇപ്പോൾ വലിയ മഹാസമാധിയായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.